2025 CUT UG എക്സാമിനേഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിന്റെ എണ്ണം കുറച്ചു എന്നുള്ളത്. കഴിഞ്ഞ വർഷം 6 വിഷയങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് 2025 വരുന്ന സമയത്ത് 5 വിഷയങ്ങളാക്കി ചുരുക്കി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര സബ്ജക്റ്റുകൾ വേണമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുക. അതായത് നിങ്ങൾ ഒരുപക്ഷെ ലാംഗ്വേജ് സബ്ജക്ട് എഴുതിയിരിക്കണം, ഡൊമൈൻ സബ്ജക്ട് എഴുതിയിരിക്കണം, ചില യൂണിവേഴ്സിറ്റി പറയും ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പേപ്പറുകൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാലും ഒരു ടാപ്പിംഗ് നമുക്ക് ഉണ്ടായിരുന്നു. മാക്സിമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 സബ്ജക്റ്റ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ലാംഗ്വേജിൽ നിന്ന് വേണമെങ്കിൽ 2 സബ്ജക്റ്റ് എടുക്കാം, ഡൊമൈൻ സബ്ജക്റ്റ് 3 സബ്ജക്റ്റ് എടുക്കാം, ജനറൽ ടെസ്റ്റ് ഒരു സബ്ജക്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റ് 4 എണ്ണം എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് 6 വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് എഴുതാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി 2025 വരുന്ന സമയത്ത് 6 വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 5 വിഷയമാക്കി ചുരുക്കുക എന്നുള്ളതാണ്. 5 വിഷയം എന്ന് പറയുന്ന സമയത്ത് ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൊമൈൻ സബ്ജക്റ്റ് 3 എണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറൽ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 4 ഡൊമൈൻ സബ്ജക്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് പരമാവധി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 5ലേക്ക് ചുരുക്കുന്നത് എന്നുള്ളത് UGC നൽകുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമാവധി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുന്ന സമയത്ത് കൂടുതൽ പേര് കൂടുതൽ സബ്ജക്റ്റുകൾക്ക് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റുകളുടെ ഒക്കെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ട് വരും. അതിന് ലോജിസ്റ്റിക് എക്സ്പെൻസ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, മൾട്ടിപ്പിൾ സെഷൻസിലേക്ക് അത് പോകുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, UGC വളരെ കൃത്യമായിട്ട് ഈ സബ്ജക്റ്റുകളുടെ എണ്ണം കുറക്കുന്നു എന്ന് പറയുന്നത്. അപ്പം 6 സബ്ജക്റ്റിൽ നിന്നും 5 സബ്ജക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ കുറയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ കുറയുന്ന സമയത്ത് കൃത്യമായ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ യൂണിവേഴ്സിറ്റി പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ്.